ഇന്ന് നമുക്ക് നല്ല ഫ്രഷ് മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്മേൻ്റെ സ്പെഷ്യൽ വറുത്തരച്ച മത്തിക്കറി നമുക്ക് ഉണ്ടാക്കാം. അപ്പം അതിനു വേണ്ടി ഫസ്റ്റ് നമുക്കതിൻ്റെ അരപ്പ് റെഡിയാക്കണം. അപ്പം അതിലേക്ക് അമ്മ പാനിൽ കുറച്ച് തേങ്ങ ഇട്ടു, ഒരു മുറി തേങ്ങ ഇട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണ ആഡ് ചെയ്തു. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. നമ്മളെ കയ്യിൽ കുഞ്ഞുള്ളി ഇല്ല. കുറച്ച് കറിവേപ്പില, കുറച്ച് കുരുമുളക്, കുറച്ച് ജീരകം കൂടി ഇടണം. കുറച്ച് ജീരകം ഒരു നുള്ളു, ഒരു പിഞ്ച് ജീരകം. ഇനി ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം. ഇത് ചുവന്ന് വരുന്നവരെ നമുക്കിത് വഴറ്റിയെടുക്കണം. വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ നല്ലോണം കുറച്ച് വെക്കണം ഈ സമയത്ത്. മല്ലിപ്പൊടി ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ. മുളക് പൊടി കാശ്മീരി ചില്ലിയാണ്. അത് ഒരു 1.5 സ്പൂണ്. കുടംപുളി ഇട്ടിട്ടാണ് നമ്മൾ ഈ മീൻകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നോക്കിയാൽ ഇത്ര പോലെ കുടംപുളി നമ്മൾ കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടായില്ല. ഇതിൻ്റെ പച്ചമുളക് ഏകദേശം മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. മൺചട്ടി വെച്ചിട്ട് മൺചട്ടിയിൽ ഉണ്ടാക്കാം നമുക്ക് ഇന്നത്തെ കറി. ഇതിലെ വെള്ളം വാർന്ന ശേഷം നമുക്ക് ചട്ടിയിലെ വെള്ളം വാർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇത് ചൂടായി വന്നാൽ നമുക്ക് കുറച്ച് ഉലുവ ഇടാം. കുറച്ച് ഉലുവ ചേർക്കുക, ഒരു നുള്ളു. ഉലുവ ഏകദേശം പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നില്ല. നമ്മൾ അരക്കണയിലേക്ക് 4-5 അല്ലി വെളുത്തുള്ളി ചേർത്തിരുന്നു. വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർക്കാം. ശരിക്കും കുഞ്ഞുള്ളിയാണ് ഇതിന് നല്ലത്, പക്ഷെ ഇപ്പോൾ നമ്മളെ കയ്യിലില്ലാത്തതുകൊണ്ട് ചുവന്നുള്ളി. ഇതൊന്ന് കുറച്ച് വാടി വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇതിൻ്റെ കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഈ തക്കാളി ഇവിടെ ഒന്ന് വഴന്ന് വരും. അതിനുശേഷം നമുക്ക് അരച്ച് ചേർക്കാം. ഇത് നമുക്ക് കുറച്ച് നേരം അടച്ച് വെക്കാം.
നമ്മളിത് നേരത്തെ വറുത്ത് വെച്ച ആ തേങ്ങ അരപ്പ് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. എനിക്കിത് ഇതിലേക്ക് മാറ്റാം. ഈ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അരപ്പ് ചേർത്ത ശേഷം ഇതൊരു 2 മിനിറ്റ് ഇതൊന്ന് കുക്കായി വരട്ടെ. മസാല ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ മിക്സി കഴുകി വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ആയി. നമ്മളിവിടെ നേരത്തെ കുറുപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കാം. ഇതൊന്ന് നല്ലോണം തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് മത്തി ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിൽ ഉപ്പ് വേണമെങ്കിൽ ചേർക്കണം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൂടി ചേർക്കും. ഇനി നമുക്ക് ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച മീനാണ്. മീനിട്ട ശേഷം ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇത് അടച്ചു വെക്കാം. നമ്മുടെ മീൻകറി തിളച്ചു വന്നു. ഇപ്പം ഇതിനൊന്ന് ചുറ്റിച്ചിട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം. ഇപ്പോൾ നമ്മൾ ഉള്ളി ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. ഇങ്ങനെ ചുറ്റിച്ച് അടച്ച് വെക്കാം. ഈ കറി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ രാവിലെ വെച്ച് വൈകുന്നേരം എടുക്കണം, അല്ലെങ്കിൽ ഇന്ന് വെച്ചിട്ട് നാളെ എടുക്കണം. അന്നേരം ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം പറയണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.